കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ SFI നടത്തുന്ന തെറ്റായ പ്രവർത്തനവും അതിന് ഒത്താശ ചെയ്യുന്ന പോലീസ് നടപടിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുകയും ഇതിനെതിരായി പോലീസിനെതിരായിട്ട് ഈ വേട്ട തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനും മുസ്ലിം യൂത്ത് ലീഗ് ആലോചിക്കുകയാണ്. MSFന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പും ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാലും ഇപ്പോൾ തിരൂർ സബ് ജയിലിലാണുള്ളത്. സുബഹി നിസ്കരിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ കബീറിനെ അങ്ങാടിയിൽ വെച്ച് ഭീകരവാദിയെ പിടികൂടുന്ന പോലെയാണ് പോലീസ് പിടികൂടിയത്. ഈ അർഷദ് MSFന്റെ ജില്ലാ കമ്മിറ്റി അംഗം അവരുടെ വീട്ടിൽ പോലീസ് എത്തുന്നത് രാത്രി 3 മണിക്കാണ്. പോലീസ് അവരുടെ വീട് വളഞ്ഞ് ആക്രോശങ്ങൾ നടത്തിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ റഹീസിന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് കൊണ്ടു. വന്ന സമയം 4 മണിയാണ് പുലർച്ചെ. ആദ്യപടിയായി കൊണ്ടോട്ടി, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് സംഘടിപ്പിക്കും. MSF ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ്, ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാൽ എന്നിവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ള ഭാരവാഹികളുടെ പേരിലും കള്ളക്കേസുകൾ എടുത്തു. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല പുലർച്ചെ 3 മണിക്കും 4 മണിക്കുമൊക്കെ ഇവരുടെ വീടുകളിലെത്തി പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പ്രായം ചെന്ന മാതാപിതാക്കളോട് പോലും പോലീസ് ക്രൂരമായാണ് പെരുമാറുന്നത്. ഇതിൽ നിന്നും പിൻവാങ്ങാൻ പോലീസ് തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ബാവ വിസപ്പടി, സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലങ്കീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് 99 മലപ്പുറം.